ആ സമൻസിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ജനം ഉറ്റുനോക്കുന്നത്. കാരണം ഇ ഡി സമൻസ് അയച്ചു എന്നുള്ള യാഥാർത്ഥ്യം അത് ഏത് വിഷയത്തിനാണ്, ലാവലിൻ വിഷയത്തിലാണോ അതോ ലൈഫിൻ്റെ ആണോ, അതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി മകനെക്കുറിച്ച് കുറേ പുകഴ്ത്തി പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് അദ്ദേഹമാണല്ലോ നല്ല പറയേണ്ടത്. പക്ഷേ ഇവിടുത്തെ ചോദ്യം, എന്തിനാണ് ഇ ഡി നോട്ടീസ് അയച്ചത്? അയച്ച നോട്ടീസ് എങ്ങനെ ആവിയായിപ്പോയി? ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിടുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകന് മുമ്പിൽ എന്താണ് ഇ ഡിക്കൊരു നിശബ്ദത? ഇതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. 2023 ഫെബ്രുവരിയിൽ അയച്ച ഇ ഡിയുടെ സമൻസിന് എന്ത് സംഭവിച്ചു? അതാണ് ജനം ചോദിക്കുന്നത്. അത് അറിയണ്ടേ? ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിയായ CPM-ഉം കേന്ദ്രം ഭരിക്കുന്ന BJP തമ്മിൽ ധാരണയുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്ക് പോലും രക്ഷയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിലുണ്ട് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ലിസ്റ്റിലെ മുഖ്യമന്ത്രിമാരുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ മകൻ്റെ മുമ്പിൽ എന്തിനാണ് ഇ ഡി ഇത്ര ഭയപ്പെട്ട് നിൽക്കേണ്ട ആവശ്യം എന്താ? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചു എന്നൊക്കെ ആദ്യം പറഞ്ഞല്ലോ. ഇപ്പോൾ അനുമതിയുണ്ട്. സൗദിയിലേക്ക് അനുമതി ഇല്ല എന്ന് അതും കിട്ടും. അതല്ലേ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയിൽ പിണറായി വിജയന് നല്ല വിശ്വാസമുണ്ട്. അതാണ് ഈ ഇ ഡിയുടെ സമൻസ് ആവിയായി പോയത്. അതായത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പ്രതികരണം ഇ ഡി നോട്ടീസായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആ മകനും മകൾക്കും മരുമകനും ഒക്കെ എതിരെ ഇ ഡി നോട്ടീസ് എന്നുള്ളത് ആരോപണം ആയിട്ട് ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത് ഒരു ട്രോളായിട്ട് ഇപ്പോൾ തിരിച്ച് കേരളത്തിൽ ഇറങ്ങുന്നുണ്ട്. അല്ല, ഇ ഡിയെ കുറിച്ച് ഞങ്ങൾക്ക് അന്നും ഇന്നും വിശ്വാസമില്ല. ഇ ഡി കേന്ദ്രത്തിൻ്റെ ഒരു ചട്ടുകമാണ്. പക്ഷേ ഇവിടെ ആ ചട്ടുകം വെച്ച് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാനാണ് നോക്കുന്നത്. ആ സ്വാധീനത്തിൽ മുഖ്യമന്ത്രി വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലാണെങ്കിലും ഏത് യോഗത്തിലാണെങ്കിലും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിക്കുന്നത് ഒരു നേതാവെന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ പിണറായി വിജയനാണ്. നരേന്ദ്രമോദി പോലും കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കാലത്ത് പറഞ്ഞത് ഞാൻ പോലും അദ്ദേഹത്തിന് മുമ്പിൽ തോറ്റുപോയെന്നാവും. അല്ല, ഒരു മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റത്തിനെ പാർട്ടി അനുകൂലിക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ചിലർ പാർട്ടിയെപ്പറ്റി അധിക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷെ അധിക്ഷേപത്തിന് പാവം ജീവനക്കാരെ കരുവാക്കരുതെന്ന് മാത്രം.